നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആണല്ലോ ഒരു സമൂഹം മുഴുവൻ കാലങ്ങളായി നല്ല നന്മകൾ പകർത്തി പോരുന്നത്. നബി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പല വിശേഷണങ്ങളിൽ ഒന്നായിട്ട് പ്രധാനമായി ഇങ്ങനെ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അവിടുന്ന് വലിയ ലജ്ജാശീലനായിരുന്നു എന്ന്. ലജ്ജ അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, ലജ്ജയുടെ ഒരു പ്രതീകമായിരുന്നു അവിടുന്ന്. ഈ ലജ്ജ എന്നതിൻ്റെ ഒരു യഥാർത്ഥ ആസ്പെക്റ്റാണ്. നമ്മളിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നാണം കുണുങ്ങി എന്നൊക്കെ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒരു സാധനത്തെയാണ്. ഒരു കാര്യത്തിന് വിളിച്ചാൽ അങ്ങോട്ട് വരുന്നില്ല, ഓനാണ് പ്രത്യേക ഒരു ഉന്തുകൂടി കൊടുക്കണം, ഭയങ്കര നാണമാണ് എന്നാണ് പറയുക. ഈ ഒരു വിശേഷണം മാത്രമായിരിക്കുമോ ഈ ഇത്രയും വലിയ സംഗതിയായിട്ട് പറഞ്ഞത്? ആവും തോന്നുന്നില്ല. കുറച്ചുകൂടി ഒരു വിശാലമായ തല അതിനൊക്കെ ഉണ്ടാവില്ല. ഉസ്മാൻ റളിയല്ലാഹു വലിയ ലജ്ജാശീലനായിരുന്നു എന്നും അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ വിശേഷണമായിട്ട് അവിടുത്തെ കൂടി വലിയ വിശേഷണമായിട്ട് പറയുന്നുണ്ടല്ലോ. ഈ ലജ്ജയുടെ ഒരു വിശാലമായ തലങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തെ സ്പർശിച്ചുകൊണ്ട് തന്നെ ആദ്യം ഒരു കാര്യം പറയാൻ തോന്നുന്നു. പിന്നെ ഒരു വലിയ ആൾക്കാരെക്കുറിച്ച് എന്താണ് അവരുടെ വലിയ ക്വാളിറ്റി ആയിട്ട് ലജ്ജ പറയുന്നു എന്നാണ് ചോദ്യത്തിൻ്റെ ഒരു താല്പര്യം. ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാന അശദ്ദന്നാസി ഹയ എന്നുള്ളത്, ലോകത്തെ എല്ലാ മനുഷ്യന്മാരെക്കാളും ഹയ ഉള്ള ആള് അല്ലേ. ഉസ്മാൻ റളിയല്ലാഹു ആണ് എൻ്റെ സ്വഹാബിമാരിൽ ഏറ്റവും ലജ്ജ ഉള്ള ആളെന്നാണ് തങ്ങളും പറയണത്. അല്ലേ, സ്വഹാബികളിൽ ഏറ്റവും ലജ്ജ. ഈ ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് അർത്ഥം വെച്ചിട്ട് ഒതുക്കേണ്ടതല്ല എന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. ഈ പദങ്ങൾ തമ്മിൽ നേരെ നോക്കൂല അല്ലേ? ഇല്ല, ഞാനെങ്ങനെ അത് ചെയ്യുക, മോശം കാര്യങ്ങൾ എങ്ങനെ ചെയ്യും, അത് വളരെ മോശമല്ലേ. ഒരാളെ ഞാനെങ്ങനെ പറ്റിക്കും, അയാളെങ്ങനെ ഞാൻ ചീത്ത വിളിക്കും. എൻ്റെ ഉമ്മാൻ്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വേറെ ഒരു ആണിൻ്റെ പേര് പെണ്ണിൻ്റെ പേരായി സേവ് ചെയ്ത് എനിക്ക് മുലപ്പാൽ തന്ന ഉമ്മാനെ ഞാൻ പറ്റിക്കാനോ? അല്ലോ, എനിക്കത് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. ലജ്ജയുടെ ഒരു പാർട്ടാണ്. അതിനിപ്പോൾ എന്ത് നാണം കുടുങ്ങി അർത്ഥം വെച്ചിട്ട് എന്താ കാര്യം? അല്ല. മോശമായ ഒരു കാര്യം അത് ചിലപ്പം മതം പറഞ്ഞ മോശമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിപരമായി നോക്കുമ്പോൾ അത് മോശമായ കാര്യമായിരിക്കും. അത് ചെയ്യാനുള്ളൊരു മടി, അത് ചെയ്യാതിരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ശക്തി, അതിനാണ് ലജ്ജയുടെ ആദ്യ പാർട്ട് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു മോശം കാര്യവും പറയില്ല, ചെയ്യില്ല, ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രധാന താല്പര്യം, പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹയാ എന്നെ കുറേ പാർട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ആദ്യം വരുന്നത് നമ്മളെ സംസാരത്തിൽ ഹയാ ഇല്ലാത്തൊരു സംസാരം വരരുത്. ഞാൻ പിന്നെ എന്തും പറയും, എൻ്റെ മനസ്സിലൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നൊരു കമൻ്റാണ്. അതെ, അതങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അതിൽ ലജ്ജക്ക് കുറവ് വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് അവിടെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തങ്ങൾ ആ വാക്ക് അടുത്ത് മാറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ നിങ്ങൾ ഒരിക്കലും കുറഞ്ഞ വെള്ളത്തിൽ വേഗം കൈ പോയി മുക്കരുത്. കാരണം ചിലപ്പം കൈ രാത്രി അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും, നജസ് ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പറയണത്. അപ്പം നജസ്സുള്ള ശരീരത്തിൻ്റെ ഭാഗം അവിടെ പറയേണ്ട ഒരു പാർട്ടാണ്. പക്ഷെ തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, കൈ രാത്രി എവിടെ പോയത് ഉറങ്ങിയത് എന്ന് അറിയില്ലല്ലോ, ബാക്കി നമ്മൾ ആലോചിച്ചാൽ മതി, അത്രയേ ഉള്ളൂ, അങ്ങനെ പറയുള്ളൂ. ഇനിയിപ്പോൾ ഒരാളുടെ ഒരു കുറവ് തിരുത്തണം എന്നുണ്ട് തങ്ങൾക്ക്. അത് തങ്ങൾ പറയുമ്പം പിന്നെ മാബാലു അഖ്വാമിൻ, ചിലർക്കൊക്കെ ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറ്റുന്നല്ല കേട്ടോ. ആ വ്യക്തിനെ വേദനിപ്പിക്കൂല, ആ തങ്ങൾ പിന്നെ ആ വ്യക്തിൻ്റെ പേരും പറയൂല. തെറ്റ് തിരുത്തേണ്ട ആൾ തിരുത്തും, മനസ്സിലാവും. തെറ്റങ്ങനെ എടുത്ത് പറയില്ല, മനസ്സിലായിക്കോളും. അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ആരെയും തുറിച്ചു നോക്കാറില്ലല്ലോ. അത് ഹയാ കൊണ്ടാണെന്നാണ് പറയുന്നത്, ലജ്ജ കൊണ്ടാണെന്ന്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തുറിച്ചു നോക്കി അയാൾക്കൊരു വിഷമം ഉണ്ടാവുകയും. ഇപ്പം ചില സദസ്സിലൊക്കെ പോയാൽ ചിലരുടെ തുറച്ചു നോട്ടം കണ്ടാൽ എന്തെങ്കിലും ചിലപ്പോൾ 2 കിഡ്നിയും ഫെയിലാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി നോട്ടം, ഉരുകി പോകുന്ന നോട്ടം. അങ്ങനെ നോക്കി നമ്മളെ കണ്ണിന് ലജ്ജ വേണം. വെറും 3/4 ഇട്ട് നടക്കരുത് എന്നല്ല ഈ ഹയായിൻ്റെ അർത്ഥം. നമ്മളെ കണ്ണിനൊരു ലജ്ജ വേണം. നമ്മളെ കണ്ണുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന നോട്ടം നോക്കരുത് എന്നുള്ള അർത്ഥം. തങ്ങൾ ആരെയും കൂക്കി വിളിക്കൂലല്ലോ, അതൊരു സംസാരത്തിൻ്റെ ഒരു ഹയ ആണ്. എന്താ കാരണം? ഒരാളെ ദൂരത്തുള്ള ഒരാൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ തങ്ങൾ തന്നെ അവിടെ പോയിട്ട് വിളിക്കും, അല്ലെങ്കിൽ ഒരാളോട് ഒന്ന്
ആ മോനെ ഒന്ന് വിളിക്കുമെന്ന് പറയും. അങ്ങനെ വളരെ അപ്പോൾ സംസാരത്തിൽ പിന്നെ ഇടപഴക്കത്തിൽ അപ്പോൾ നമുക്ക് നല്ല ലജ്ജ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഈ വാഷ് ബേസിൻ്റെ അടുത്ത് നമ്മുടെ പിന്നെ ഇതൊക്കെ കളഞ്ഞ് താടിയും മീശയൊക്കെ കളഞ്ഞിട്ട് രോമങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക, അടുത്തൊരു വരുന്നൊരു ഇറിറ്റേഷൻ അല്ലേ അത് പൊതുവേ പറയാറുണ്ട്. ഈ പിന്നെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഉള്ള വാഷ് ബേസിനിൽ അവിടുന്ന് നമ്മൾ കൈ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ വായൊക്കെ കഴുകുമ്പോൾ കർക്കിച്ച് തുപ്പുന്നതിനെ കുറിച്ച് പലരും അതേക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്, ഭയങ്കര അരോചകമാണ് എന്നൊക്കെ. അതൊക്കെ അങ്ങനെ ബ്യൂട്ടിഫുള്ളി ഫ്രെയിം ചെയ്യാന്നുള്ളതും കൂടിയാണ് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും ഒക്കെ. അതെ അതെ, ഒരു ബ്യൂട്ടിയായ ഹയ ആണ് ആ പറയുന്നതൊക്കെ. ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഒരു 10-15 ആൾക്കാർ ഉപയോഗിക്കുന്ന പൈപ്പ്, അപ്പോൾ ഒന്നാമത്തെ ആൾ കാർക്കിച്ച് തുപ്പിയാൽ മൂക്ക് പിഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേസ്റ്റ് കാണുന്ന എല്ലാവർക്കും വിഷമമാണല്ലോ. അത് ഏതെങ്കിലും ഒരു മൂലക്കോയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹലായിൽ പോകുകയാണെങ്കിൽ, ഹലാ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ലജ്ജുണ്ട് പ്രയോഗത്തിൽ തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കിതാബിൻ്റെ ഭാഷ എപ്പോഴും ആദാബുൽ ഹലാ എന്ന് ഉണ്ടാവില്ലേ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ ആണ് നമ്മൾ അതിന് അർത്ഥം വെക്കുക. ശരിക്ക് അവിടെ പിന്നെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണല്ലോ, എന്തേലും ഒന്ന് പറയണമല്ലോ. പക്ഷെ അത് പറയൂല, ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള മര്യാദ. ഹലാ എന്ന പദത്തിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അല്ലേ, ഒഴിഞ്ഞ സ്ഥലം, കാലിയായ സ്ഥലം, അത്രേ പ്രയോഗിച്ചുള്ളൂ. അത്രേ പറയുള്ളൂ. നമ്മളെ പിന്നെ നമ്മുടെ കിതാബ്, ടെക്സ്റ്റ്, പുസ്തകങ്ങളൊക്കെ വളരെ ഒരു ഭാഷയിൽ വൃത്തിയുണ്ടാണ്. മലയാളത്തിൽ ഈ ടോയ്ലറ്റിന് ഉപയോഗിക്കുന്ന പദം നമുക്ക് കുറച്ചുകൂടി അരോചകത്വം തോന്നുന്ന ഒരു പദമാണ്. അതെ അതെ അതെ. അപ്പം നമ്മൾ പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യും, ടോയ്ലറ്റ് എന്ന് ഉപയോഗിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അതിനേക്കാൾ രസമുള്ള പദമാണ് അറബിയിൽ പ്രയോഗിക്കുന്നത്. എന്ന് പറയുന്നത് വളരെ വൃത്തിയുണ്ടല്ലോ. അപ്പോൾ ലജ്ജ എന്ന് പറയണ ഈ ഹയാ എന്ന് പറയുന്ന ലജ്ജ, അത് ഒരു മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവണം. അതാണ് കാര്യം. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഈ ലജ്ജ മാത്രമല്ലല്ലോ ഈമാൻ്റെ ഭാഗം, കുറേ കാര്യങ്ങൾ ഈമാൻ്റെ ഭാഗമല്ലേ. പക്ഷേ എടുത്തു പറയുന്നത് വെച്ചാൽ ഈ ഹദീസിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അൽ ഈമാനു ബിളുഉൻ വസബഊന ശുഅബ, ഈമാന് 70+ ശാഖകളുണ്ട്, 70+ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും അവസാനത്തത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സമൊക്കെ നീക്കുക. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാൻ്റെ ഭാഗമാണ്. അതിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണത് ഇവിടെ 3 സാധ്യതയുള്ളത്. 70+ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 70+ പറയണം, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കണം, അല്ലെങ്കിൽ കാമാമിണ്ടണില്ല പോലത്തെ A to Z പറയണ പോലെ ആദ്യം അവസാനത്തെയും പറയണം. ഇതെന്തിനാണ് ഈ ഹയാ മാത്രം എടുത്ത് പറഞ്ഞത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരമുണ്ട്. ആദ്യത്തെ അക്ഷരം A, അവസാനത്തെ അക്ഷരം Z. ഒന്നിക്കിൽ അങ്ങനെ പറയണം അല്ലേ. ഇത് ഇടയിൽ പറയാണ്, ഇടയിൽ N എന്നിട്ട് നാണക്കെട് എന്നിട്ടൊരു അക്ഷരം ഉണ്ട് എന്നാ പറയും. ആണല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞത്. ഇപ്പുറം Fഉം Qയും Tയും ഒക്കെ പാവങ്ങൾ ഓരെന്താ പറയാത്തത് എന്ന് പറഞ്ഞാൽ, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ലജ്ജ ഒരുത്തനുണ്ടെങ്കിൽ ഈമാൻ ഫുള്ളായി. ഓനിക്ക് 70 ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം വന്നോളും. പിന്നെ ഓനെങ്ങനെ തെറ്റ് ചെയ്യുക, ഓനെങ്ങനെ ഒരാളെ വഞ്ചിക്കുക, ഓനൊരാളെങ്ങനെ പറ്റിക്കുക, അയ്യേ ഞാൻ ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ഹദീസാണ്. ഹയാ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മുഴുവനും ഖൈറായിരിക്കും. അയാൾ ചെയ്യുന്നത് മുഴുവൻ ഖൈറായിരിക്കും. അയാളുടെ ആലോചന, അയാളുടെ വർത്തമാനം, അയാളുടെ ഇടപെടൽ എല്ലാം ഖൈറായിരിക്കും. അയാൾ ചെയ്യുന്നത് മുഴുവനും. കാരണം അയാൾ എന്തായാലും ഒന്നുകൂടി ആലോചിക്കും. അതെ അതെ അതെ, ഇത് ചെയ്യാവോ ഒരു തിങ്ക് ടോയ്സ്, 2 ആലോചനയ്ക്ക് ശേഷം അയാൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്രയും ഹയാ ഉള്ള ആളാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുളിക്കാൻ പോകുമ്പോൾ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട്, ഈ കമീസൊക്കെ പോലെ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവുക. എന്നിട്ട് ബാത്റൂമിൽ നിന്നാണ് ഉള്ളിലൂടെ തോർത്തെടുത്തിട്ട് ഇത് അഴിക്കുള്ളൂ. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഇഹ്യയിൽ പറയുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ലജ്ജയാണ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സിങ്ങിൽ, സംസാരത്തിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ലജ്ജ അങ്ങനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ സ്വന്തം പെങ്ങന്മാരാണെങ്കിൽ തന്നെയും അവരുടെ ആൺമക്കളോട് പരമാവധി ശരീരം മറക്കുന്ന ഡ്രസ്സ് തന്നെ ധരിക്കണം എന്ന് പറയും. അത്ര ഈ ടീഷർട്ടൊക്കെ ഒഴിവാക്കാൻ പറയും.
പെങ്ങളായിരിക്കും എന്നാലും ഒരു ലജ്ജ ലജ്ജ. എന്ന് പറയാത്ത. ഈ ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെയൊക്കെ ഹയാ കാണിച്ച ആളാണല്ലോ. പിന്നെ ഭയങ്കര ഹയാ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അത്ര ലജ്ജയുള്ള ഒരാളുമില്ല. ശരിക്ക് ഇവിടെ കിതാബിലൊരു ചർച്ച, ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ഹയാ എന്ന്. ഒരു നിലയാണത്. അതാണ് സംഭവം. അല്ലാതെ ഒരു നമ്മൾ സാധാ പറയുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടല്ല ഹയാ എന്ന് പറഞ്ഞാൽ, ഞാനെങ്ങനെ എൻ്റെ റബ്ബിനോടത് ചെയ്യും. അതാണ് ശരിക്കും ഹയാ എന്ന് പറയുന്നത്. ആ ദറജയുടെ ഹൈ പോസ്റ്റാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാ പറയണത്. പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അള്ളാനെ ആരെങ്ങനെ പറ്റിക്കാം? എൻ്റെ ഉമ്മാനെ, എൻ്റെ ഉപ്പാനെ, എൻ്റെ മുതലാളിയെ, എൻ്റെ സാറ്, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യനെ, പാവല്ലോള്, അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഹയാ എന്ന് പറയുന്നത്. അതോടെ ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഉണ്ടാവും. കാര്യം പൂർത്തിയായി. അങ്ങനെ ഹൈറ് കിട്ടുന്ന ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു പിന്നെ കരാറിൽ, ഉസ്മാൻ റളിയല്ലാഹു അന്ന് ബൈഅത്തിൽ ലീവായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ മക്കക്കാരെ അറസ്റ്റ് ചെയ്ത ഒരു കരാറുണ്ടായിരുന്നല്ലോ ബൈഅത്തിൽ. അതിന് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് കരാറിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അന്ന് ആബ്സെൻ്റ് ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഉസ്മാൻ്റെ കൈ, ഇതെൻ്റെ കൈ, ഇതാ. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ തൊട്ടതിന് ശേഷം എൻ്റെ സ്വന്തം ഔറത്തിൻ്റെ ഭാഗം തന്നെ ഹയാ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. ഇല്ല, ഈ കൈ കൊണ്ട് ഹയാ കാണിച്ചപ്പോൾ അള്ളാഹ് കൊടുത്ത സമ്മാനം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ, ഇത് ഉസ്മാൻ്റെ കൈ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിലേക്ക് അൽ ഹയാഉ ലാ യഅതി ബിഖൈർ, അങ്ങനെ കിട്ടിയൊരു ഖൈറാണത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ ഇങ്ങനെ മാറി നിന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കണ്ടല്ലോ, നിങ്ങളെന്താ മാറി ഇങ്ങനെ വെള്ളം കോരുന്നില്ലേ? മൂസാ നബി ഒരു ചാരിറ്റീൻ്റെ ആളാണ്, സാന്ത്വനത്തിൻ്റെ ആളാണ്. നിങ്ങൾ അല്ല, അത് ആണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇടകലരാന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആണുങ്ങളെ അയച്ചാൽ മതിയായിരുന്നല്ലോ. ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവർ ഉത്തരം പറഞ്ഞു, ഇപ്പോൾ പ്രായമായി, വീട്ടിലാരും ആണുങ്ങളില്ല. അപ്പോൾ ഈ ലജ്ജ കാണിച്ച് അവർക്ക് വെള്ളം കോരി കൊടുത്തു. ഈ സഫൂറ എന്ന മോളാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ലജ്ജ കാണിച്ച സഫൂറ ബീവിക്ക് സമ്മാനമായി കിട്ടിയാണ് മൂസാ നബി അലൈഹി സ്വലാം എന്ന ഹസ്ബൻഡിനെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ എൻഗേജ്മെൻറ്റിനും മറ്റൊക്കെ ഈ ഹയാ ഇല്ലാതിരുന്നാൽ നമ്മുടെ ഭാവിയിൽ ഇങ്ങനെ ഹൈറിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരാനുള്ളൊരു പേടി നമുക്കുണ്ടാവണം. ഹയാ നല്ലോണം ഉണ്ടാവണം എല്ലാത്തിലും. ഈ പറഞ്ഞ കല്യാണം ഉൾപ്പെടെയുള്ള നമ്മുടെ ഫങ്ഷൻസ് വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമായി മാറുന്നുണ്ട്. ലജ്ജ എന്നുള്ളൊരു സാധനം ഇല്ലാതെയായി പോകും പലപ്പോഴും. അതെ, ശരിക്കും ഗസാലി ഇമാം റഹിമഹുല്ലാഹ് മക്കൾ നന്നാവാനുള്ള ഒരു പാർട്ട് തന്നെ പറയണത് കുട്ടിക്ക് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. എന്നാൽ പണ്ടെപ്പോഴോ പഠിച്ച ഒരു കുട്ടി, ആ കുട്ടീൻ്റെ പിന്നെ കാണാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മളെ മോളെ പ്രദർശിപ്പിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞാൽ പണ്ട് പഠിപ്പിച്ച ആളാണെന്ന് ഒറ്റ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗസാലിമാമൊക്കെ പറയണത് കുട്ടിക്ക് ലജ്ജ നല്ല കാര്യമാണ്, നമ്മളുടെ ഇടപെടൽ എന്ന് തോന്നണം. എന്ന് പറഞ്ഞാൽ ഓള് നല്ല ഹയാ ഉള്ള മോളാണ് ഉസ്താദേ, അല്ലാതെ ഒരു നാണം കുടുങ്ങിയാണ് അങ്ങനെയല്ല പറയേണ്ടത്. കുറച്ചൊരു ഹയാ വേണം. കുറച്ച് ഹയാ വേണം. അതിൻ്റെ അർത്ഥം ഒരു കാര്യം പറയേണ്ടടുത്ത് പറയാതിരിക്കുക എന്നൊന്നല്ല, അതൊക്കെ പറയേണ്ടതുപോലെ പറയാന്നുള്ള തന്നെയാണ്. അതെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അശദ്ദന്നാസി ഹയാ എന്ന് പറയണ്ടല്ലോ. നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ജനങ്ങളിൽ ഏറ്റവും ലജ്ജയുള്ള ആളാണെന്ന് പറഞ്ഞ ഉടനെ വേറെ ഹദീസല്ല, ആ ഹദീസിന്റെ പാർട്ട് തന്നെ എന്താ പറയുക, വഖാന അഷ്ജഅന്നാസ്, ഏറ്റവും ധീരനാണ് തന്നെ പറയേണ്ടത്. അതെ, ഇത് രണ്ടും അതിനെ ഒന്നിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞത് സാർ ഈ പറഞ്ഞ പോലത്തെ ഒരു കാര്യം. എന്ത് ഈ ലജ്ജ കൊണ്ട് പിന്നെ സത്യം തുറന്നു പറയാതിരിക്കുക, ഞാനെങ്ങനെ ആ തെറ്റ് തിരുത്തുക, അത് മോശമല്ലേ എന്ന് വിചാരിക്കുക, അത് ഹയാ അല്ല, അത് പിന്നെ ഭീരുത്വം എന്നാണ് അതിന് പേരിടേണ്ടത് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ മുബീനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹയാ കൊണ്ട് എന്തായാലും ഗുണം മാത്രമേ കിട്ടൂ. അത് ഹയാവുലായെത്തില്ല. അതൊരു വലിയ സന്ദേശമാണ്, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സന്ദേശമാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നു നമ്മളിങ്ങനെ അങ്ങ് ചാടിക്കേറി പറയണം, പെട്ടെന്ന് അങ്ങ് പ്രതികരിച്ച് കളയണം. അതൊന്നും ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അതിനോട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. ആ പറച്ചിൽ കൊണ്ട് ഹൈറേ കിട്ടാനും പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ മസ്തിലുള്ള കള്ളു കുടിച്ച് മസ്തിലായ ഒരാളോട് ഉപദേശിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഉപദേഷ്ടാവിൻ്റെ തല പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത് എന്നാണ് കിതാബ് പറയണത്. അത് തെറ്റാവാത്തോണ്ടല്ല, ആ തെറ്റ് ഇപ്പോൾ ഇങ്ങനെയല്ല തിരുത്തേണ്ടത് എന്നതുകൊണ്ട് സമയമല്ലത്. അതെ.
അപ്പോൾ അത്തരം ഒരു വിശാലാലോചനയാണ് ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത്ര വിശാലാർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ലജ്ജാശീലനായിരുന്നു എന്നതിൻ്റെ ഒരു വിശാലാർത്ഥം മനസ്സിലാവുകയും നമ്മൾ അങ്ങനെ എത്താൻ കുറേ അധ്വാനിക്കാനുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യുക. അതെ അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാനലായകത്തസിൽ ഒരിയാനൻ കത്തു വലുഫീലയിൽ, രാത്രിയാണെങ്കിലും നഗ്നമായി കുളിക്കൂല. രാത്രിയാണോ പകലാണോ, ആളുണ്ടോ ഇല്ലയോ, വെളിച്ചുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉള്ളിൽ ഒരു ഹയ ഉണ്ടാവും. അപ്പോൾ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ മൊബൈലിൽ എന്ത് കാണണമെന്ന് നമുക്ക് തന്നെ അറിയും. അങ്ങനെ പോയാൽ അത് ഇനിയും ഒരുപാട് ചർച്ചകളിലേക്ക് പോകുന്നു. അതെ 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 അതെ. അതാണ് ഹയ ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് പറഞ്ഞാൽ മുത്തഖിയാവും, ഉറപ്പായിട്ട് അയാൾ മുത്തഖിയാവും. കാരണം നമ്മൾ നേരത്തെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ച ഒരു പദം അങ്ങനെയാണല്ലോ. ഞാനെങ്ങനെയാണ് ചെയ്യാൻ? ആരോട്? ബോസിനോട്, ഭാര്യനോട്, ഉമ്മനോട്, എൻ്റെ മോനോട്, എൻ്റെ ഉപ്പാനോട്, സർവോപരി എൻ്റെ മുത്തുനബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉസ്താദുമാരോട്, അള്ളാഹിനോട് എങ്ങനെയാണ് ചെയ്യാം? അതിൻ്റെ ഒരു ചുരുണ്ടുകൂടൽ പരിപാടി കൂടിയാണ് ഹയായിൽ നടക്കുന്നത്. ഏകദേശം എല്ലാ ബന്ധങ്ങളും അതോടെ സ്മൂത്താവും, സ്മൂത്താവും, റഫ്നെസ് അങ്ങോട്ട് ഒഴിവാകും. യെസ് യെസ് യെസ്.